ഇവിടെ 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് വേണ്ട നമുക്ക് തേങ്ങ വറുത്തെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ അളവിലുള്ള നാരങ്ങ നീരാണ്. ഒരു 1.5 ടീസ്പൂൺ അളവിലുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും. അപ്പോൾ എരിവിനനുസരിച്ച് ചേർക്കുക. നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഈ 3 മസാലകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഫ്രൈയിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ വറുത്ത തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഞാൻ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇടുന്നതിന് ശേഷം നമുക്കത് കഴിച്ച് നോക്കാം. തേങ്ങ ഫ്രൈ ചെയ്തിട്ടുള്ള അടിപൊളി ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ നടുവിലത്തെ ഞരമ്പൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഒരു 650 ഗ്രാമോളം ഉണ്ടായിരുന്നു മീറ്റായിട്ട്. കാരണം ഒരു 1 കിലോ 200 ഗ്രാം മറ്റോ ഉണ്ടായിരുന്നു ഫുള്ളായിട്ട്. അത് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിനും വേണ്ട നമുക്ക് തേങ്ങ വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തേങ്ങ വറുത്തെടുക്കാം. ഇതില്ലെങ്കിൽ തേങ്ങ വെളിച്ചെണ്ണ ഒഴിക്കാതെ വറുത്തെടുത്താലും മതിയാവും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വറക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഫ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും കിട്ടും. അപ്പോൾ നമുക്കത് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് വറുത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഇതിനു മുമ്പിൽ ഒരു കണവയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ക്വിഡിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ട് ഫുള്ളായിട്ട് ചുവക്ക വറക്കേണ്ട കാര്യമില്ല. ഒരു ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. ഇത് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കാരണം ഒന്നും അരിയണ്ടേയും വഴറ്റേണ്ടയും ഒന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ആ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ, ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഡയറക്റ്റ് നമ്മൾ ചെമ്മീൻ തന്നെയാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ഉപ്പോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അതൊന്നിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ആ ഇളക്കിയിട്ടതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലുള്ള നാരങ്ങ നീരാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് പുളിയുള്ള നാരങ്ങയുടെ നീരാണെങ്കിൽ ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കുക. എന്നിട്ട് ബാക്കി ഒഴിച്ചാലും മതിയാവും. പിന്നെ അതുപോലെ അതിനകത്ത് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, അത് അത്രയും ഉപ്പുണ്ട്. നമ്മൾ ഒരു 1.5 ടീസ്പൂൺ അളവുള്ള ഉപ്പിട്ടിട്ടുണ്ട്. അതിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിൽ കൂടുതൽ ഒട്ടും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മൂടി വെച്ച് 3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ അത് മൂടി വെച്ച് നമുക്ക് 3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിരുന്നല്ല, ചെമ്മീനിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന വെള്ളമാണത്. ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് വെള്ളം വറ്റിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് സവോളയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ അത്യാവശ്യം വെള്ളം വറ്റി വരുന്ന സമയത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ 2 ടീസ്പൂൺ അളവിലുള്ള പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് ചേർക്കാം. നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ, സ്പൈസിനെസ് കൂടുതൽ വേണമെങ്കിൽ ഒരു 3 ടീസ്പൂൺ വരെ ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ നിറയെ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ്, ചെറിയ സ്പൂൺ, 1 ടീസ്പൂൺ നിറയെ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഈ 3 മസാലകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഫ്രൈയിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതിനെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ആ ഗ്രേവി അങ്ങോട്ട് വറ്റിച്ചെടുക്കണം. അന്നേരത്തേക്ക് നമ്മൾ ആ ഇട്ട് കൊടുത്തിരിക്കുന്ന മസാലകളെല്ലാം കൂടെ നമ്മുടെ ചെമ്മീനിൽ പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇത് ഒരു കുറച്ച് വറ്റി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞിരിക്കുന്ന 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവ് അധികം വേണ്ട, സ്പൈസിനെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഗ്രേവി ഓൾമോസ്റ്റ് വറ്റുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഫ്രൈ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് വേറെ ഒന്നും അരിയണ്ടയോ വഴറ്റണ്ടയോ കാര്യമില്ല, തേങ്ങ വറക്കുന്ന സമയം മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ ആ വറുത്ത തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനകത്ത് തേങ്ങ ഇടുന്നതിന് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഫ്രൈ ആക്കി എടുത്തും യൂസ് ചെയ്യാം. പക്ഷേ ആ ഫ്രൈഡ് തേങ്ങ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുന്ന നമ്മുടെ ചെമ്മീൻ ഫ്രൈക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റാണ്. വളരെ പെട്ടെന്നുണ്ടാകും, കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ഞാൻ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം
ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഇപ്പം നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം നമുക്കത് കഴിച്ച് നോക്കാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത്. എന്തായാലും എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. ഫോട്ടോ ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിരിക്കുന്നതെന്ന് കാണിച്ചത്. നമ്മുടെ ആ തേങ്ങയിലൊക്കെ പൊതിഞ്ഞ് നമ്മുടെ ആ പ്രോൺസ്, നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് പറയാം. അപ്പോൾ വളരെ ആ വറുത്ത തേങ്ങയുടെ ടേസ്റ്റും ആ ഒറിജിനൽ ചെമ്മീൻ്റെ ടേസ്റ്റാണ്. കാരണം ഇതിൻ്റെ നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ സവോള ഒന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കറക്റ്റ് നമ്മുടെ ആ ചെമ്മീൻ്റെ ടേസ്റ്റ് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.